हमारा काम है हिंदू लड़कियों को अपना बना। भूखी मर जाऊंगी, बीफ नहीं खाऊंगी। ഇവനെ നിനക്കറിയോ? ആര്? അവനാണ് നീ. ഞാനാ? എത്ര പേര് കാണുന്നുണ്ടെന്നുള്ളതല്ലോ ആ സിനിമയിൽ എന്താണ് കുഴപ്പമെന്നുള്ളതാണ്. ഒരു പ്രശ്നമില്ല, ഞാൻ ആദ്യ ഭാഗം കണ്ടതാണ്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ്. അല്ല, കേരള സ്റ്റോറി ഗോസ് ബിയോണ്ട് എന്നായിരിക്കും. ഇവിടുത്തെ ലവ് ജിഹാദായിരുന്നാലും നിർബന്ധിത മതപരിവർത്തനമാണെങ്കിലും നടക്കുന്നത് ഇവിടെ മതേതരത്തിന് വിരുദ്ധമാണ്. ആരായത് നിന്നോട് പറഞ്ഞത്? ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ഇരയായിട്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ആ രേഖ എന്റെ കയ്യിലുണ്ട്. ഇതാണ് ആ രേഖ. ഈ രാജ്യത്തൊരു ഗവർണർ ആയിരുന്ന ആളാണ്. സുപ്രീം കോടതി പോലും ഇല്ല എന്ന് പറഞ്ഞ ലവ് ജിഹാദ് ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ പോലും അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ആളാണ്. വിവരമില്ലാത്ത ഒരു വികാരത്തിലിരിക്കുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. ഇവനൊക്കെ ഒരേ ഒരു സെൻസേ ഉള്ളൂ, നോൺസെൻസ്. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ കടത്തായിട്ട് വരും. പ്രേക്ഷകന് വേണ്ടിയുള്ള സിനിമയേ ഉള്ളൂ അത്. അതിനകത്ത് ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്നതിനകത്ത് നിങ്ങളെ വേദനിപ്പിക്കാൻ പാടില്ല. എല്ലാം കാണട്ടെ ആൾക്കാർ. വേണ്ട, ചാണകവണ്ടി പോരും. ഞാൻ കുറെ കോരിത്തരാം, മതിയാ. പ്രദർശിപ്പിക്കണം, അതെല്ലാവരും കാണണം. ഞാൻ ഈ നാട്ടുകാരോട് ആജ്ഞാപിച്ചാണ്. ഇയാൾ ആജ്ഞാപിച്ചാൽ ഉടനെ അനുസരിക്കാൻ നാട്ടുകാർ തന്റെ കൂലിക്കാർ. അങ്ങനെ ഒരു വിഭാഗത്തെയും അവഹേളിക്കാൻ വേണ്ടിയാണെന്ന് നിങ്ങൾ തന്നെ ലേബല് കുത്തരുത്. हिंदू लड़कियों को अपना बना। ഇതിപ്പോ ആ സിനിമ ലേബല് കുത്തുന്നില്ല. അയ്യോ പൊന്നു മോനെ, ഭ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കേട്ടിനെ കുറച്ച് കാണും. ഇത് അതുക്കുമേ. ലെറ്റ് എവ്രിവൺ വാച്ച് ഇറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ആ മനസ്സിലാക്കുന്നതിൽ എന്താണ് പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരാണ്. എന്നോട് പറഞ്ഞത്, കുട്ടാ നീ മാത്രമാണ് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വന്നത്, ഒറ്റ മനുഷ്യൻ പോലും വന്നിട്ടില്ല എന്ന്. बीफ नहीं खाऊंगी। നീ ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു. ഉസ്മാനെ രക്ഷപ്പെട്ടോ.